ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിട്ടും 3 പതിറ്റാണ്ടിലധികമായി കൃഷി ചെയ്യാനാകാത്ത കർഷകരുണ്ട് തിരുവനന്തപുരത്ത്. കാരണം എന്താണ് എന്നല്ലേ? വെള്ളായണിക്കായലിലെ വെള്ളം വറ്റിച്ചുള്ള കൃഷിരീതി അവസാനിപ്പിച്ചതോടെയാണ് കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. ആ കാഴ്ചയിലേക്ക്. 3 പതിറ്റാണ്ട് മുമ്പ് വരെ വിളസമൃദ്ധമായിരുന്ന കൃഷിയിടങ്ങൾ ഇന്ന് പ്രതാപകാല ഓർമ്മകൾ പേറി വെള്ളത്തിനടിയിലാണ്. 9 മാസം വെള്ളം കെട്ടിക്കിടക്കും. അത് കഴിഞ്ഞാണ് അത് വറ്റിക്കുന്നത്. അപ്പോൾ കൃഷിക്ക് ചെലവില്ല, കന്നാലി ഇറക്കി ഉഴേണ്ട ആവശ്യമില്ല. ഈ വെള്ളം വറ്റി ഇങ്ങനെ വരുമ്പോൾ വിത്ത് കുരിപ്പിച്ച് പറക്കും. കൊച്ചു വിത്തെന്ന് പറഞ്ഞ ഒരു വിത്താണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അത് 90 ദിവസം കൊണ്ട് കൾട്ടിവേറ്റ് കൊയ്യാൻ സാധിക്കും. അപ്പോൾ 90 ദിവസം കഴിഞ്ഞാൽ കരയോട് ചേർന്ന നെൽപ്പാടങ്ങളിൽ വെള്ളം കയറില്ല. അവിടെ വീണ്ടും 2 പൂ കൃഷി ചെയ്യും. കർഷകന് മാന്യമായ ആദായം ലഭിച്ചിരുന്നു ഈ നെൽപ്പാടങ്ങളിൽ നിന്ന്. സ്വകാര്യ വ്യക്തികളുടെ 400 ഏക്കറിലും വെള്ളായണി സർവകലാശാലയുടെ 600 ഏക്കർ സ്ഥലത്തുമായിരുന്നു കൃഷി. 1991 കൃഷി നഷ്ടമാണെന്ന് സർവകലാശാല സർക്കാരിനെ അറിയിച്ചതോടെ പിന്നീട് ഇവിടെ പുഞ്ചവിത്തുകൾ തളിരിട്ടിട്ടില്ല. കാർഷിക സർവകലാശാലയ്ക്ക് കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം അവർക്ക് വെള്ളായണിയിൽ കൃഷി നഷ്ടമെന്ന് കാണിച്ചുകൊണ്ട് PC-ക്ക് കത്തെഴുതിയിരിക്കുകയാണ്. വെള്ളം വറ്റിച്ചുള്ള കൃഷിരീതി അവസാനിപ്പിച്ചതോടെ 350ഓളം വരുന്ന കർഷക കുടുംബങ്ങൾ ദുരിതത്തിലായി. നിലത്ത് കൃഷി ചെയ്യാനോ സ്ഥലം മറച്ചു വിൽക്കാനോ കഴിയാത്ത അവസ്ഥ. ഏകദേശം 36 വർഷമായി ടാക്സ് അടച്ചു സർക്കാരിന് അടയ്ക്കുന്നു. ആ സ്ഥലം വേറൊരു വ്യക്തിക്ക് എൻ്റെ മക്കൾക്കൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുണ്ട് ഒരു ഫലവുമില്ല. 300 ചില്ലുവാനം കുടുംബങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അവരുടെ വയലിൽ കിടക്കുന്ന വെള്ളം, ആ വസ്തുവിൽ കിടക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് വാട്ടർ അതോറിറ്റി കോടാനുകോടി രൂപ ഉണ്ടാക്കുന്നു. എനിക്ക് എൻ്റെ വീട്ടിലെ പൈപ്പ് കണക്ഷൻ, വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനിൽ 4 ദിവസം കൂടുമ്പോഴാണ് എനിക്ക് വെള്ളം തരുന്നത്. കായലിനടിയിലെ സ്ഥലം ഇന്ന് എവിടെയാണെന്ന് പലർക്കും അറിയില്ല. സർക്കാർ ന്യായവില നൽകി സ്ഥലം ഏറ്റെടുക്കുകയോ കൃഷിയിറക്കാൻ സൗകര്യമൊരുക്കുകയോ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. 32 വർഷമായി ഭൂമിയുണ്ട്, റവന്യൂ കരം അടയ്ക്കുന്നുണ്ട്, അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. നമ്മുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തങ്ങളുടെ കാലശേഷം ആർക്കുമില്ലാതെ സ്ഥലം കൈവിട്ടു പോകുമോ എന്ന ഭയത്തിലാണ് പലരുമുള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.